അതിപ്പോൾ ഞാൻ മാത്രമല്ല മ്യൂസിക്കിന് ഇപ്പോൾ ചിത്രയും എല്ലാം മിക്ക ദിവസവും മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയും ബാലുവിനെ ഒരു പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ബാലുവിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടെച്ചാൽ ബാലുവിനെ മറക്കില്ല ഒരിക്കലും. കാരണം അത്രയും വലിയൊരു ഹ്യൂമൻ പ്രസൻസ് അവൻ ഭയങ്കരമായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അവൻ്റെ പെർഫോമൻസ് പറയേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഞാനടക്കം ഒക്കെ ഇൻസ്പയർ ആയിട്ടുള്ളൊരു കലാകാരനാണ്. എനിക്ക് ഇങ്ങനെ ഫ്യൂഷനൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കുറേ സാധ്യതകൾ അവൻ്റെ പാട്ട് കേട്ടിട്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും ശക്തി തെളിയിക്കാൻ പറ്റുന്ന ഒരു ആളാണ് നമുക്ക്. കാരണം ഞാൻ അങ്ങനെ അത് കണ്ട് ഞാനും എനിക്കും വളരാൻ പറ്റി. ബാലുവിനെ കണ്ട് പിന്നെ ആ സമയത്ത് മട്ടന്നൂർ മാസ്റ്റർ, ഞാൻ കുറേ ഫ്യൂഷൻ മ്യൂസിക് ആ സമയത്ത് ഞാൻ കേൾക്കുമായിരുന്നു. ജാക്കിർ ഹുസൈൻ്റെ അല്ലെങ്കിൽ ശിവമണിയുടെ കൂടെ, അല്ലെങ്കിൽ യു ശ്രീനിവാസ് സാറിൻ്റെ കൂടെ, ഇവരെ കൂടെയൊക്കെ വായിക്കുകയാണെങ്കിലും അവരുടെ എനർജി ഞാൻ പതുക്കെ എടുക്കാൻ നോക്കും. അപ്പോൾ നല്ലൊരു പോട്ടിയായിരുന്നു നമുക്ക്. പോട്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷനായിരുന്നു എനിക്ക്. അത് എപ്പോഴും മിസ് ചെയ്യാറുണ്ട്. പിന്നെ പോയതൊരു സുഖമില്ലാത്തൊരു വിഷമമായിരുന്നു. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഒരു ആക്സിഡൻറ്റിൽ ഒരാൾ പോകാന്ന് പറയുമ്പോൾ ഒരു മുന്നറിയിപ്പോട് കൂടെ പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരു അസുഖം വന്നു 1-2 വർഷം, അതൊക്കെ നമുക്ക് സ്ഥിരീകരിക്കാം. പക്ഷേ ഇത്രയും ഗ്രിപ്പിൽ നിന്ന ഒരാൾ, നന്നായിട്ട് ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ നമുക്കൊരു വിഷമം, അത് താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു.